ഇന്നത്തെ ഞങ്ങളുടെ യാത്ര പ്രത്യേകം ലക്ഷ്യമില്ലാത്തൊരു യാത്രയാണ്. അതല്ലേലും അങ്ങനെയാണല്ലോ. ലക്ഷ്യമില്ലാത്ത പല യാത്രകളും നമുക്ക് സമ്മാനിക്കുന്നത് ഒരുപാട് നല്ല ഓർമ്മകളും അതിലുപരി ഒരുപാട് നല്ല കാഴ്ചകളുമായിരിക്കും. ഈ യാത്ര ഇപ്പോൾ ചെന്ന് എത്തിയിരിക്കുന്നത് ഹൈദൽബർഗിലെ ആൾട്ടെ ബ്രുക്കയിലാണ്, അതായത് പഴയ പാലത്തിൽ. ഹൈദൽബർഗ് പഴയ പാലം ഹൈദൽബർഗ് നെക്കറിലെ ടൂറിസ്റ്റ് കാന്തത്തിൻ്റെ അടയാളങ്ങളിലൊന്നാണ്. പാലത്തിൻ്റെ യഥാർത്ഥ പേര് കാൾ ഡിയോഡൻ പാലം എന്നാണ്. 1788 ഇലക്ട്രിക്കൽ തിയോഡർ നെക്കർ താഴ്വരയിൽ നിന്നുള്ള മണൽക്കല്ലിൽ നിന്നാണ് ഇത് നിർമ്മിച്ചത്. നെക്കാർ നദിക്ക് കുറുകെയുള്ള ഈ പാലം ഇത് ഓൾഡ് സിറ്റിയെ നഗരത്തിൻ്റെ കിഴക്കൻ ഭാഗത്തുള്ള നൂർഹൈം ജില്ലയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. 1284 ഈ സ്ഥലത്താണ് ആദ്യത്തെ പാലം രേഖപ്പെടുത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ തുടർന്നുള്ള എല്ലാ തടിപ്പാലങ്ങളെ പോലെയും ഈ പാലവും വെള്ളത്തിനും മഞ്ഞുവീഴ്ചയ്ക്കും ഇരയായി. അങ്ങനെ 1784 ഒരു വലിയ വെള്ളപ്പൊക്കത്തിന് ശേഷം അവസാനത്തെ തടിപ്പാലവും നശിച്ചിരുന്നു. അതുകൊണ്ട് 1788 ആദ്യത്തെ കല്ലുപാലം നിർമ്മിക്കാൻ ഇലക്ട്രിക്കൽ തിയോഡർ രാജകുമാരൻ നിർബന്ധനായി. രണ്ടാം ലോക മഹായുദ്ധക്കാലത്ത് വീണ്ടും നശിക്കപ്പെട്ട ഈ പാലം പിന്നീട് 1947 വീണ്ടും പുനഃക്രമീകരിച്ചത്. ഈ പാലത്തിൽ നിന്നുള്ള കാഴ്ച അത് അതിമനോഹരമായൊരു കാഴ്ച തന്നെയാണ്. നെക്കർ നദിയും അതിൻ്റെ തീരങ്ങളും അത് വളരെ മനോഹരമായ ഒന്ന് തന്നെയാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഹൈദൽബർഗിലെ ആ പഴയ കൊട്ടാരത്തിൻ്റെ ആ ഒരു കാഴ്ച തന്നെയാണ്. ആരെയും ആകർഷിക്കുന്ന ആ കൊട്ടാരത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. സായാഹ്ന വേളകളിൽ നിരവധി ആളുകളാണ് ഈ പഴയ പാലത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഈ പാലത്തിൽ ഇതുപോലെ ചെറിയ ചെറിയ ലോക്കുകൾ എന്താണെന്നല്ലേ, അതിനുകൊണ്ട് ഒരു കഥ പറയാം. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഹൈദൽബർഗിൻ്റെ പഴയ പാലം റൊമാൻറ്റിക്സിൻ്റെ കൊതിക്കുന്ന സ്ഥലമായി മാറി. ഇവിടുത്തെ മറ്റൊരു ആകർഷണം ലവ് സ്റ്റോൺ എന്ന് വിളിക്കപ്പെടുന്ന കൗതുകപരമായ ഒരു സ്മാരകമാണ്. സാധാരണമെന്ന് തോന്നുന്ന ഈ കല്ലിന് അസാധാരണമായ ഒരു കഥ പറയാനുണ്ട്. ഹൈദൽബർഗ് റോമൻ ഭരണത്തിന്റെ കീഴിലായിരുന്ന മധ്യ കാലഘട്ടത്തിലാണ് ലവ് സ്റ്റോൺ ആരംഭിക്കുന്നത്. അതിന്റെ ഉത്ഭവം ഇപ്പോഴും നിഗൂഢതയിൽ മറിഞ്ഞിരിക്കുന്നു. പ്രാദേശിക ഐതിഹ്യം അനുസരിച്ച് മധ്യ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ ഈ കല്ല് തങ്ങളുടെ പ്രിയപ്പെട്ടവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു വേദിയായി ഉപയോഗിച്ചു. കവിതാക്കൾ കല്ലിന് ചുറ്റും ഒത്തുകൂടുകയും ദീർഘദൂര യാത്രകൾ ആരംഭിക്കുന്നതിനോ യുദ്ധത്തിൽ ഏർപ്പെടുന്നതിനോ മുമ്പായി തങ്ങളുടെ അനുസര വാത്സല്യം പരസ്യമായി പ്രഖ്യാപിക്കും. ഈ പ്രഖ്യാപനങ്ങൾ വെറും വാക്കുകളല്ല കേട്ടോ, മറിച്ച് വിവാഹാലോചനയ്ക്ക് തുല്യമായ പ്രതിജ്ഞകളായി മാറും. ഈ പാരമ്പര്യം തലമുറകളായി തുടർന്നു. പ്രേമികൾ അവരുടെ വാഗ്ദാനത്തിന്റെ തെളിവായി കല്ലിന്റെ ഉപരിതലത്തിൽ അവരുടെ പേരുകൾ കൊത്തിയെടുത്തു. ഇത് കാലക്രമേണ ശാശ്വതമായ സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീകമാക്കി മാറ്റിയവർ. ഇന്ന് ഈ നൂറ്റാണ്ടിൽ കല്ലിൽ പേരുകൾ കൊത്തിയെടുക്കുന്ന പതിവില്ലെങ്കിലും ഇന്നും കവിതാക്കൾ ഒന്നിച്ചു വരികയും അവരുടെ വിശ്വാസത്തിനായി അവരുടെ പേരുകൾ എഴുതിയ ലോക്കുകൾ ഇതിൽ സ്ഥാപിക്കുകയും അവരൊരുമിച്ച് അതിന്റെ കീ പുഴയിലേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്നു. ആ പതിവ് ഇന്നും തുടരുന്നു.